ആഘോഷിക്കാൻ കാരണങ്ങൾ നോക്കിയിരിക്കുന്നവർക്കിടയിലേക്കാണ് ഇപ്പോൾ പുതിയൊരു ആഘോഷം കടന്നു വന്നിരിക്കുന്നത്. നിലവിലുള്ള ആഘോഷങ്ങൾ ഒന്നും മതിയാവാത്ത മട്ടിലാണ് ഇന്ന് യുവജനങ്ങൾക്കിടയിൽ ഈ ആഘോഷം സർവത്ര പ്രചാരം നേടിയിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ കൂടുതലായി പ്രചരിക്കപ്പെട്ടിരുന്ന ഈ ആഘോഷം ക്രിസ്തീയമാണെന്ന അബദ്ധധാരണയാണ് പലർക്കുമുള്ളത്. എന്നാൽ ഇതൊരിക്കലും ക്രിസ്തീയമല്ല, തികച്ചും പൈശാചികമാണ്. എന്താണ് ഈ ആഘോഷത്തിന്റെ പേരെന്നറിയാമോ? ഹാലോവീൻ. സകല വിശുദ്ധരുടെയും തിരുനാളിന്റെ തലേന്നായ ഒക്ടോബർ 31-നാണ് ഹാലോവീൻ ആഘോഷിക്കുന്നത്. ഹാലോവീൻ അഥവാ ഓൾ ഹൗലോസ് ഈവ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വിശുദ്ധൻ എന്നർത്ഥമുള്ള ഹാലോയും വൈകുന്നേരം എന്നർത്ഥമുള്ള ഈവനിങ്ങും കൂടിച്ചേർന്നാണ് ഹാലോവീൻ എന്ന വാക്ക് രൂപമെടുത്തത്. അമേരിക്കയിൽ കൃഷിക്കാരുടെ ഇടയിൽ വിളവെടുപ്പിനെ അനുസ്മരിക്കാനും പ്രേതകഥകൾ പാടാനും നൃത്തം ചെയ്യാനും വലിയ വിരുന്നൊരുക്കി ഹാലോവീൻ ആഘോഷിച്ചിരുന്നു. പക്ഷേ മരിച്ചവരുടെ സ്മരണ എന്ന രീതിയിലാണ് ഇന്ന് ഹാലോവീൻ ദിനങ്ങൾ. വീടുകൾക്ക് മുമ്പിൽ അസ്ഥികൂടങ്ങളും ഭയപ്പെടുത്തുന്ന മറ്റു രൂപങ്ങളും വെച്ച് അലങ്കരിക്കുകയും കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് സന്ധ്യാസമയത്ത് ഭവനങ്ങൾ സന്ദർശിച്ച് മിഠായി കൊടുക്കുന്നതും ഹാലോവീൻ ആഘോഷങ്ങളിൽ പെടുന്നു. ഇന്ന് ഹാലോവീൻ രൂപങ്ങൾ വരെ മാർക്കറ്റുകളിൽ ലഭ്യമാണ്. അവ പലതും വീടുകൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നതും പൈശാചിക രൂപം കെട്ടി മറ്റു വീടുകളിൽ പോയി ആളുകളെ പേടിപ്പിക്കുന്നതും കേവലം വിനോദമോ കുസൃതിയോ അല്ല എന്നതാണ് വാസ്തവം. നവംബർ 1 സകല വിശുദ്ധരുടെയും നവംബർ 2 സകല മരിച്ചവരുടെയും ദിനവുമായി ബന്ധപ്പെടുത്തി ഹാലോവീനെ ക്രൈസ്തവവൽക്കരിക്കാൻ തൽപര കക്ഷികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിന്റെ പിന്നിലെ അപകടം. മതേതരവൽക്കരണവും വാണിജ്യവൽക്കരണവും ആരംഭിച്ചതോടെ ഹാലോവീൻ കേന്ദ്രമാക്കി ഭയവും മന്ത്രവാദവും പൈശാചികതയും സമൂഹത്തിൽ ആഴത്തിൽ വേരുപാകിയിട്ടുണ്ട്. തന്മൂലം മരിച്ചുപോയവരുടെ ഭക്തിപൂർവമായ സ്മരണയെയും വിശുദ്ധരുടെ കൂട്ടായ്മയുടെ ആഘോഷത്തെയും അത് തകിടം മറിക്കുകയും അവരെ ദുഷ്ടാത്മാക്കളായി പോലും ചിത്രീകരിക്കുകയും ഭയത്തിലൂടെയും പരിഹാസത്തിലൂടെയും മരണത്തെ പുറത്താക്കാൻ ശ്രമിക്കുകയുമാണ് ഹാലോവീൻ ചെയ്യുന്നത്. പരിശുദ്ധ സിംഹാസനം ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ താക്കീത് നൽകിയിട്ടുമുണ്ട്. മരണത്തെയും മരിച്ചവരെയും കുറിച്ച് നെഗറ്റീവ് സംസ്കാരത്തിന്റെ സന്ദേശങ്ങൾ വ്യാപിപ്പിക്കുന്നുവെന്നും ഇതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ താക്കീത് നൽകിയിരുന്നു. സാത്താനിക വേഷങ്ങൾ ധരിച്ച് ഹാലോവീൻ ആഘോഷിക്കുന്നതിന് പകരം വിശുദ്ധരുടെ വേഷം ധരിച്ച് സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുകയാണ് വേണ്ടത്. 2014 വത്തിക്കാനിൽ നടന്ന ഭൂതോച്ചാടക സമ്മേളനത്തിൽ അതിൽ പങ്കെടുത്ത ഭൂരിപക്ഷവും ഹാലോവീനെതിരെ ശബ്ദമുയർത്തിയിരുന്നു. മുൻ സാത്താൻ ആരാധകനും ആഫ്രിക്കയിലെ ചർച്ച് ഓഫ് സാത്താൻ സഹസ്ഥാപകനുമായ റയാൻ സ്വീഗലാർ പറയുന്നത് സാത്താൻ കലണ്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഹാലോവീൻ എന്നാണ്. ചർച്ച് ഓഫ് സാത്താൻ സ്ഥാപകൻ ആന്റോൺ ലാവെ പറയുന്നു, ക്രൈസ്തവ മാതാപിതാക്കൾ മക്കളെ വർഷത്തിലൊരിക്കൽ ഒരു ദിവസത്തേക്കാണെങ്കിൽ പോലും സാത്താനെ ആരാധിക്കാൻ അനുവദിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നുവെന്നാണ്. സാത്താൻ ആരാധകർ പോലും ഹാലോവീനെ തങ്ങളുടെ വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും ഭാഗമായി കണക്കാക്കുന്നുവെങ്കിൽ ക്രൈസ്തവരായ നാം എന്തിന് ആഘോഷിക്കണം, ആചരിക്കണം? പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഇതിന് പിന്നിലെ അപകടമോ സാത്താൻ ആരാധനയാണ് ഇതിലൂടെ നടക്കുന്നതെന്ന തിരിച്ചറിവോ നമ്മളിൽ ഭൂരിപക്ഷത്തിനും ഇപ്പോഴും ഉണ്ടായിട്ടില്ല. 2 കൊറിന്തോസ് 14-16 ഇപ്രകാരം ചോദിക്കുന്നു, നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത്? പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത്? ക്രിസ്തുവിന് ബലിയാലുമായി എന്താണ് പൊതുവിലുള്ളത്? ദൈവത്തിന്റെ ആലയത്തിന് വിഗ്രഹവുമായി എന്തു പൊരുത്തമാണുള്ളത്? അതുകൊണ്ട് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ക്രൈസ്തവർ ഒരിക്കലും ഹാലോവീൻ ആഘോഷിക്കരുത്. കാരണം സാത്താൻ ആരാധകർ ഒരിക്കലും ക്രിസ്തുവിന്റെ ഉത്ഥാനം ആഘോഷിക്കാറില്ല. ഇരുട്ടും പ്രകാശവും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവ തമ്മിലുള്ളത്. വെളിച്ചത്തിൽ വ്യാപരിക്കേണ്ട ക്രൈസ്തവരായ നാം ഇരുട്ടിന്റെ വ്യാപാരികൾക്കൊപ്പം കൈകോർത്ത് സമൂഹത്തിന്റെ തെറ്റായ പ്രവണതകൾക്കനുസരിച്ച് ആഘോഷങ്ങളിൽ മുഴുകേണ്ടവരല്ല.